ഹായ് ഹലോ മഴത്തൂർ മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹരി അങ്ങോട്ട് വന്നിട്ടുണ്ട് കടപ്പാട്ടേക്ക്. അവിടെ വന്നിട്ട് അലീനോട് ഒരു കപ്പ് കാപ്പി എടുക്കാൻ പറയുകയാണല്ലോ. ആ കാപ്പി വാങ്ങി കുടിക്കാന്നുള്ള രീതിയിൽ അങ്ങോട്ട് ചെല്ലാണ്. പക്ഷേ അലീന അത് കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ അലീനയുടെ കയ്യിലേക്ക് ഒന്ന് കയറി പിടിക്കാട്ടോ ഹരി. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ ഉദ്ദേശം, കൈയെടുക്കെന്ന് പറയുമ്പോൾ വീണ്ടും ഹരി പറയുന്നുണ്ട്, ഇല്ല ഞാൻ കൈയെടുക്കില്ല. എന്താടി കുഴപ്പം, കൈ എടുത്തില്ലെങ്കിൽ നീ എന്താടി ചെയ്യാമെന്ന് ചോദിക്കാം. പക്ഷേ അലീന എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ആ കൈ ചായയോടുകൂടി അങ്ങോട്ട് കുടഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചായ എല്ലാം കൂടെ ചൂടോടുകൂടി ഹരിയുടെ ദേഹത്തേക്ക് വീഴാണ്. പെട്ടെന്ന് ഷർട്ടിൻ്റെ ബട്ടണൊക്കെ കഴിച്ച് പേടിച്ച് വിറച്ച് ഹരി ദേഹമൊക്കെ പൊള്ളിയിട്ട് ഒരൊറ്റ ഓട്ടം അങ്ങോട്ട് ഓടുന്നുണ്ട് കേട്ടോ. അതോടെ അവന് സമാധാനമായിട്ടുണ്ട്. അങ്ങനെ അലീന അവിടെ ഇരുന്ന് ടിഷ്യൂ ഒക്കെ എടുത്ത് അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിടുക. ആ സമയത്ത് പുറത്തുനിന്ന് ഒരാൾ വരുന്നുണ്ട്, ഒരു ലേഡി വരിക കേട്ടോ. വന്നുമ്പോൾ തന്നെ അലീന അങ്ങോട്ട് പോയി ചോദിക്കണം, എന്താ വേണ്ടത് നിങ്ങൾക്ക്? മോളെ, എൻ്റെ മോൾക്ക് തീരെ വയ്യാണ്ടിരിക്കുക കേട്ടോ, സുഖമില്ല. അവൾക്ക് വയറുവേദനയായിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് ഞാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വയറുവേദനയുടെ കാരണം അപ്പൻഡിസൈറ്റിസ് ആണെന്ന്, അതിനൊരു ഓപ്പറേഷൻ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. കാശില്ലാത്തതുകൊണ്ട് വീട് തോറും തെണ്ടി നടക്കുകയാണ്. എനിക്കിനി നടക്കാൻ വയ്യ മോളെ, ഇതെനിക്ക് അവസാനത്തെ വീടാണെന്ന് തോന്നുന്നു, എന്നെക്കൊണ്ട് വയ്യ. അപ്പോൾ തന്നെ അലീന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയണില്ലേ എന്തെങ്കിലും സത്യം ഉണ്ടാ, കള്ളമാണോ? സത്യമാണ് മോളെ എന്ന് പറഞ്ഞിട്ട് അതിനകത്തുനിന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടോ. അത് കാണുമ്പോൾ അലീനയ്ക്ക് വിശ്വാസം ആവുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, മെഡിക്കൽ കോളേജിൽ ഇതൊക്കെ ഫ്രീ ആയിട്ടല്ലേ ചെയ്യുന്നത്, നിങ്ങൾക്ക് അവിടെ പോയി ഓപ്പറേഷൻ ചെയ്തുകൂടെ? മോളെ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ ഡോക്ടർക്ക് കാശ് കൊടുക്കണമല്ലോ. ആ ശരി, എന്നാൽ പിന്നെ നിങ്ങളിരിക്കുന്നു പറഞ്ഞ് അകത്ത് പോയി കുറച്ച് കാശ് എടുത്തുകൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമായി പോവാട്ടോ. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇത്രയും പൈസ എന്തിനാടി നീ അവർക്ക് കൊടുത്തതെന്ന്. അല്ല മുത്തശ്ശി, അവർക്കൊരു ഓപ്പറേഷൻ്റെ ആവശ്യമല്ലേ, 10,000-3000 രൂപ എന്തിനാ കൊടുത്തത്, 10-100 രൂപ കൊടുത്താൽ പോരെ. അല്ലെങ്കിൽ തന്നെ ആരാ മുത്തശ്ശി കൊടുക്കുന്നത്, ആരും കൊടുക്കില്ല, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. നിനക്ക് വേണ്ടേ പൈസയുടെ ആവശ്യമില്ലേ, നീ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ദൈവം തരും മുത്തശ്ശി, ഇതും എനിക്ക് ദൈവം തന്നെയാണ് തന്നത്. ഇതേ മനുവേട്ടനും മുത്തശ്ശനും കൊണ്ട് തിരുവനന്തപുരത്ത് എന്നെ കാണാൻ വന്നപ്പോൾ എനിക്ക് തന്നതാട്ടോ. അപ്പോൾ ഇത് അവർക്ക് കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, അവരുടെ കുട്ടി രക്ഷപ്പെടട്ടെ. കൊള്ളാം, നിൻ്റെ മനസ്സ് നല്ലതാ മോളെ എന്ന് പറയാട്ടോ. അങ്ങനെ അത് അവർ സന്തോഷത്തോടു കൂടി അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് രേവതി കുട്ടീനെയും മാമച്ചനും അവിടെ സന്തോഷത്തോടു കൂടി കഴിയുകയാണല്ലോ, ഗ്രേസമ്മയും ഒക്കെ ആയിട്ട്. അന്നേരം ഗ്രേസമ്മ ആരോട് ഫോണിൽ വിളിച്ച് ഒത്തിരി സംസാരിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. നിനക്ക് നന്ദിയില്ലെന്നും നീ ഇത്രയും സ്നേഹത്തോട് നിനക്കിപ്പോൾ പഴയ പോലെ സ്നേഹമില്ലെന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ചാൽ ഫോൺ വെക്കുന്നത്. അപ്പോൾ രേവതി അടുത്തേക്ക് ചെന്ന് ഗ്രേസമ്മയോട് ചോദിക്കുന്നുണ്ട്, ആരോടാ സംസാരിച്ചെന്ന്. അപ്പോഴവർ പറയുന്നത്, മാമച്ചൻ്റെ സഹോദരിയുടെ മോന ഇവിടെ നിന്നാ മോളെ പഠിച്ചത്. പക്ഷേ എന്ത് ചെയ്യാം, ഇപ്പോൾ അന്ന് പഠിക്കുന്ന സമയത്ത് ഞങ്ങളോട് വലിയ സ്നേഹവും കാര്യമായിരുന്നു. ഇപ്പോൾ വലിയ ജോലിയൊക്കെ കിട്ടി, അപ്പോൾ ഇങ്ങോട്ട് വരുമോ ഞങ്ങളൊന്ന് കാണുകയോ ഒന്നിനും അവന് സമയമില്ല. അതിൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. പിന്നെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, എല്ലാവർക്കും ചെയ്യുന്ന നേരത്ത് മാത്രമല്ലേ ഉള്ളൂ, ഒരു നന്ദിയില്ല, പ്രത്യേകിച്ച് ബന്ധുക്കളാകുമ്പോൾ. അങ്ങനെ പറയുമ്പോൾ രേവതി ചോദിക്കുക, നിങ്ങൾക്ക് സ്വന്തമായിട്ട് മക്കളൊന്നും ഇല്ലേ, ഇവിടെ എന്താ ഫോട്ടോയൊന്നും വയ്ക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഗ്രേസമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരിക. നീ എന്തിനാ മോളെ അതൊക്കെ ചോദിക്കുന്നത്, നീ വീട്ടു ജോലിക്കല്ലേ ഇവിടെ വന്നേ, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി കേട്ടോ എന്നും പറഞ്ഞ് ഗ്രേസമ്മ അങ്ങ് ദേഷ്യം പിടിച്ച് പോകുമ്പോൾ രേവതിക്ക് സങ്കടമായി കരയാട്ടോ. കാരണം സ്വന്തം മോളെ പോലെയാണല്ലോ, അവരാരും വഴക്കൊന്നും പറയാറില്ല. പെട്ടെന്ന് ഗ്രേസമ്മയുടെ മുഖത്തുനിന്ന് ഇങ്ങനൊരു കാര്യം കൂടെ കേട്ടപ്പോൾ ആകെ തകർന്ന് പൊട്ടിക്കരയുക. അത് കണ്ടുകൊണ്ട് മാമച്ചൻ വരുക. അങ്ങനെ മാമച്ചൻ കാര്യം അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് മാമച്ചൻ പറയുന്നത്, നീ അത് കേട്ട് വിഷമിക്കണ്ട, ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു. പക്ഷേ ആ മോനെ ഞങ്ങൾ പൊന്നുപോലെ 22 വയസ്സ് വരെ വളർത്തിയതാണ്. ഒരു ആക്സിഡൻറ്റിലാണ് അവൻ ഞങ്ങളെ വിട്ടു പോയി. അപ്പോൾ ഫോട്ടോ വയ്ക്കാതെ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അവൻ്റെ മുഖം കാണാൻ വയ്യ മോളെ, സങ്കടമാണ്. പിന്നെ ഞങ്ങളും അങ്ങ് പോവുമല്ലോ, അന്നേരം അവനെ കാണാം, അത് മതി. ഇനി ഇതൊന്നും ചോദിച്ച് ഗ്രേസമ്മയെ വിഷമിപ്പിക്കരുത് കേട്ടോ. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇത് കേട്ട് കുറ്റബോധം കൊണ്ട് രേവതി നേരെ ഗ്രേസമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയാൽ എന്നോട് ക്ഷമിക്കണം. സാരമില്ല, നീ വിഷമിക്കണ്ട, അന്നേരത്തെ ഒരു സങ്കടം കൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടതാ. പിന്നെ നീയും കാര്യങ്ങൾ അറിയണം. പിന്നെ ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നടി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ രേവതി പറയണ്ട, മാമച്ചൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, അത് മതി. സാരമില്ല, പോട്ടെ, നിന്നോട് ദേഷ്യപ്പെട്ടതിൽ നീ സങ്കടപ്പെടണ്ട കേട്ടോ. പിന്നെ ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നീ പോയി ചെയ്തോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക. ഈ സമയത്ത് ബാംഗ്ലൂരിലുള്ള ജോലി ലീവ് എടുത്തിട്ട് നമ്മുടെ കടപ്പാട്ടേക്ക് മനു വരുവാട്ടോ. വന്ന പാടത്തന്നെ ബാലച്ചനെ കണ്ട് കുശലങ്ങളൊക്കെ സംസാരിച്ചിട്ട് നേരെ അകത്തേക്ക് മുത്തശ്ശിയെ കാണാൻ ചെല്ല. മുത്തശ്ശിയോട് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുത്തശ്ശി പറയാം, എടാ നീ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന കൊച്ച് പൊന്നു പോലത്തെ കുട്ടിയാണ്, തങ്കമാവള്, എന്തൊക്കെ നല്ല വൃത്തിയും വെടുപ്പും സ്നേഹവും ഒക്കെ ഉള്ളൊരു കുട്ടിയാണ്. സന്തോഷം, നിന്നോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ വേറെന്താ വിശേഷം, അവൾ നല്ല സുന്ദരി കുട്ടിയല്ലേ. പിന്നെ ഇവിടെ വൈജ ശരിക്കും അവളായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്.
ആണോ? മുത്തശ്ശി നോക്കാൻ വന്നിട്ട് പിന്നെ എന്താ പേടിപ്പിക്കുക? മുത്തശ്ശി നോക്കുകയാണെന്ന് പറഞ്ഞാൽ അവൾ ഇവിടെയാണോ ഇരിക്കേണ്ടത്? അവളെ കൊണ്ട് വീട്ടു ജോലി മുഴുവനും ചെയ്യിക്കുന്നുണ്ട്. ഓ, പിന്നെ അവൾക്ക് ചെറിയ കുശുമ്പുണ്ടെന്നാ തോന്നണേ. അവളുടെ 2 മക്കളെക്കാൾ സുന്ദരിയല്ലേ അവൾ? അവളെ കണ്ട പറയൂടാ ഇവിടുത്തെ വീട്ടു ജോലിക്കാരിയാണെന്ന്. അത് പറയില്ല മുത്തശ്ശി. ഏതോ വലിയ വീട്ടിലെ കൊച്ചാണെന്നല്ലേ പറയൂ. ഇവിടുന്ന് അവൾ നിന്നാൽ തന്നെ ആരെങ്കിലും കണ്ട ഇവിടുത്തെ കൊച്ചെന്ന് തന്നെ പറയും. അതിൻ്റെ കുശുമ്പ് കൊണ്ടാണ് അവളെ കൊണ്ട് ഇങ്ങനെ ഇട്ട് പാടുപെടുത്തുന്നത്. അതെനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും. മുത്തശ്ശിയുടെ മോളല്ലേ, എങ്ങനെ ആയത്, ഇത്രയും ദേഷ്യമായത് ആൻറ്റിക്ക് എന്നൊക്കെ പറഞ്ഞ് മനുവും ചോദിക്കുന്നുണ്ട് കേട്ടോ. എടാ, ആ കൊച്ച് ഏതെങ്കിലും നല്ല കുടുംബത്തിലെ കൊച്ചായിരുന്നെങ്കിലേ നിനക്ക് വേണ്ടി ആലോചിക്കായിരുന്നു. അത്ര നല്ല കൊച്ചാടാ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി അവളെ. ആണോ? മുത്തശ്ശി അങ്ങനെയുള്ള ചിന്തയൊന്നും കൊണ്ട് നടക്കണ്ട കേട്ടോ. പിന്നെ ഏതെങ്കിലും വലിയ കുടുംബത്തിലാണെങ്കിലേ എനിക്ക് ആലോചിക്കൊള്ളുന്നുണ്ടോ? അനാഥർക്ക് ആരുമില്ലാത്തവർക്കോ ആരെങ്കിലുമൊക്കെ വേണ്ടേ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ, എടാ കള്ള, നിൻ്റെ മനസ്സിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും? ശരിയാക്കി കളയും കേട്ടോ, ആവശ്യമില്ലാത്ത കൊണ്ട് നടന്ന എന്ന് പറഞ്ഞ് അവരങ്ങനെ ചിരിച്ച് നിൽക്കുക കേട്ടോ. എൻ്റെ അലീന, അവൾ അവിടെ ജോലി ചെയ്യണമെന്ന് തോന്നുന്നു. അലീന വലിയ സന്തോഷത്തോടെ പാട്ട് പാടി മുത്തശ്ശിയുടെ റൂമിലേക്ക് ബക്കറ്റും തുടയ്ക്കുന്ന മോപ്പും ഒക്കെ കൊണ്ടിങ്ങനെ വരികയാണ്. വന്ന പാടെ തന്നെ കാണുന്നത് നമ്മുടെ മനുവിന് കേട്ടോ. മനുവിൻ്റെ മുഖം കാണുമ്പോൾ പെട്ടെന്നൊരു ചമ്മലൊക്കെ വരുവാണ്. മനുവിനും അലീനയെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് വന്നു തുടങ്ങിയിട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കേട്ടോ. രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.